ഇപ്പോൾ ഉദാഹരണത്തിന് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനെയും കൂടെ ഒരുമിച്ച് സ്ക്രീനിൽ കിട്ടിയപ്പോൾ അവരുടെ ഇടയിലുള്ള അതും കുറേ റെഫറൻസസ് ഉണ്ട്. അതായത് ഈ ധ്യാനിൻ്റെ ഇൻ്റർവ്യൂ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കണക്ട് ചെയ്ത സംഭവങ്ങൾ എനിക്ക് ആ ഒരു ഭാഗം മാത്രമാണ് കുറച്ചെങ്കിലും ഒരു അവിടെയും ഭയങ്കര അങ്ങ് ചിരിച്ചാർമാദിക്കാനൊന്നുമില്ല, പക്ഷേ എങ്കിലും ഓക്കെ എന്ന് ഫീൽ ചെയ്ത കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ അങ്ങ് അലറി വിളിച്ചുള്ള പെർഫോമൻസ് വരണം. അത് ഈ ആദിക് രവിചന്ദ്രൻ്റെ സിനിമ എടുത്താലും എസ് ജെ സൂര്യയുടെ ഒരു പെർഫോമൻസ് ആണ് അതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു മാസ്റ്റർ എന്ന് പറയുന്നത് ആക്ടിങ് സൈഡിൽ എസ് ജെ സൂര്യ തന്നെയാണ്. അതിൻ്റെ റേഞ്ച് വേറെയാണ്. അപ്പം ഇങ്ങനൊരു സിനിമ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് അഭിനയിക്കുന്ന എല്ലാവരും ആ റേഞ്ച് പിടിക്കണം. ഇപ്പം മോഹൻലാലിനും ദിലീപിനും ഒന്നും അങ്ങനത്തെ ഒരു റേഞ്ചിൽ പിടിക്കാൻ കഴിവില്ലാത്തവരൊന്നുമല്ല. അവരുടേതായിട്ടുള്ള ലെവലിൽ അതിനെ കുറച്ചും കൂടെ ഇൻപുട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷേ എന്തോ സ്ക്രിപ്റ്റും ഇതൊന്നും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. എല്ലാം കൂടെ ഒരു അവിയൽ പരിപാടിയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതിൻ്റെ റൈറ്റിംഗ് ഫഹീം സഫർ ഒരു 3 പേരാണ്. നൂറിൻ ഷെരീഫ്, ധനഞ്ജയ് ശങ്കറാണ് ഇതിൻ്റെ ഡയറക്ടർ. ഇത് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, എന്തുകൊണ്ട് ആദിക് രവിചന്ദ്രൻ എടുക്കുന്ന സിനിമ അത്രത്തോളം നമ്മളിൽ കണക്റ്റ് ആവും. അതും ആദ്യം പുള്ളി ചെയ്ത സിനിമ, അതിൻ്റെ പേരെന്തുവായിരുന്നു, അത് ഇതേ സെയിം ജോണറിൽ വരുന്ന ഒരു സംഭവമായിരുന്നു മാർക്ക് ആൻ്റണി. ഈ മാർക്ക് ആൻ്റണി എടുത്താൽ ഇവർ ആദ്യം ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്, അതിലാണത് നമ്മളെങ്ങ് പിടിച്ചിരുത്തുന്നത്. അവിടെ പിന്നെ ഈ സിനിമ ഒരു പാരലൽ യൂണിവേഴ്സ് ആണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ലോജിക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് കാണണമെന്നോ ഒന്നും എഴുതി കാണിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അവരെ തുടക്കത്തിൽ അത് കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ വേറൊരു വേൾഡിലോട്ട് കൊണ്ടുപോകും.